ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ടോപ്പ് ജെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ വ്ളോഗിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് കുറച്ച് കാരണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങൾ, ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് തീരെ കുറവാണ്. ഈ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഒട്ടുമില്ല. കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് എൻ്റെ അടുത്തോടൊന്നും പോയിട്ടില്ല. ഓരോ കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും നല്ല കോൺഫിഡൻസ് ഉണ്ട്. ആവശ്യമുള്ള ഒരു കാര്യത്തിന് എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ജോലിയാണ്. ഇപ്പോൾ ഒരു ഷോറൂമിൽ നിൽക്കുവാണ്. ഇതൊരു ഗ്ലാസ് ഷോറൂമാണ്. അപ്പോൾ ഈ ഷോറൂമിൻ്റെ അതൊരു ആൾ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ പറയാൻ, ഒന്നും പറയാനില്ല. ആദ്യത്തെ കുറച്ച് ആള് ഞാൻ ഇപ്പോൾ വന്നിട്ട് 2-3 മാസമായതേ ഉള്ളൂ. എനിക്കൊന്നും പറയാനില്ല, കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ കോൺഫിഡൻസ് വരുത്തണം. അപ്പോൾ എൻ്റെ ലാംഗ്വേജ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് ആകെ അറിയാവുന്ന മലയാളം മാത്രമാണ്. ഇപ്പോഴും എനിക്കറിയാവുന്ന മലയാളം മാത്രമാണ്. ഇംഗ്ലീഷ് ഞാൻ തട്ടിമുട്ടിയൊക്കെ പറയും. അപ്പോൾ ഇനി എനിക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി കോൺഫിഡൻസ്. അപ്പോൾ ഞാൻ കോൺഫിഡൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ മാറ്റാൻ നോക്കി. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ സ്വയം കോൺഫിഡൻസ് മാത്രമല്ല, നമുക്ക് ഒരു നന്നാവണം എന്നുള്ളൊരു വിചാരം മനസ്സിലുണ്ട്. പക്ഷെ നന്നാവാൻ പറ്റുന്നില്ല. ഞാൻ എത്രയൊക്കെ വിചാരിച്ചിട്ടും എന്നെ കൊണ്ട് നന്നാവാൻ പറ്റുന്നില്ല. കോൺഫിഡൻസ് ഒരു കാര്യമാണ്. നമുക്കത് മാത്രമല്ല, നന്നാവണം എന്നുള്ളൊരു ചിന്ത ഉണ്ട്. പക്ഷെ അതെനിക്ക് നന്നാവാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും മറ്റേ മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിളാണ്. അത് കിട്ടും. അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട് ശരിയാക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഇതുവരെ പറഞ്ഞ ചാനൽ നമ്മൾ എന്താണ് ബന്ധം, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ സ്വയം വിചാരിച്ചിട്ട് നന്നാവാൻ പാട്. ഞാൻ സ്വയം വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. നന്നാവാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്. ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഒരു പ്രഷർ, ഒരു പുള്ള് കിട്ടുന്നില്ല എനിക്ക് ഒരു കാര്യം ചെയ്യുമ്പോഴും. പക്ഷെ അപ്പൊ ചാനൽ തുടങ്ങുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10 ആളെ കാണിച്ച് ഒരു സ്വയം നാറ്റിച്ചാണെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് താല്പര്യമുണ്ട്. പണ്ട് മുതലേ ഞാൻ ചെയ്യണമെന്നുള്ള കാര്യമുണ്ട്. എനിക്ക് ചാനൽ തുടങ്ങണം എന്നുള്ള കാര്യം. അപ്പൊ അന്നൊക്കെ വിചാരിക്കും, നല്ല ക്യാമറ ഇല്ല, അതില്ല, ഇതില്ല, എന്തായാലും ഇപ്പൊ തുടങ്ങാം എന്നുള്ള സെറ്റപ്പ് വിചാരിച്ചാണ് ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് മെയിനായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ തുടങ്ങാൻ കാരണം, ഇനി നമ്മൾ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സമയം പൊക്കോണ്ടേയിരിക്കും. നമുക്ക് ആരെയും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ആൾക്കാർ കളിയാക്കണം. കളിയാക്കിയാലേ നമ്മൾ നന്നാവുള്ളൂ. ആൾക്കാരെല്ലാരും അങ്ങനെയാണ്. കളിയാക്കിയാലേ നമ്മൾ നന്നാവുള്ളൂ. ചുമ്മാ കളിയാക്കണമെന്നല്ല, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ കളിയാക്കണം. അതൊരു പ്രകൃതി നിയമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും, അപ്പൊ അതാണ് മെയിൻ കാര്യം. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് മെയിനായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എനിക്ക് ഞാൻ സ്വയം നാറിയാണെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ചാനൽ തുടങ്ങിയിരിക്കുന്നത്, വീഡിയോ ഇടുന്നത്. അപ്പൊ ഇതെന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ കുറച്ച് നാളായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാവർക്കും മോസ്റ്റ്ലി ഉള്ള എല്ലാ ആൾക്കാർക്കും കുറച്ച് കണ്ടന്റ് വീഡിയോ കാണാനാണ് ഇഷ്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കണ്ടന്റ് കാണണ്ട. മാക്സിമം ഒരു 10 മിനിറ്റിനകത്ത്, അതിൽ കൂടുതൽ പോകണ്ട. മാക്സിമം ഒരു 10-15 മിനിറ്റ് ഒക്കെയാണ് എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ടിങ് തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയില്ല. എനിക്ക് ക്യാമറ ഫിയർ മാറ്റണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ക്യാമറ ഫിയർ മാറണം. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ എന്റെ ഓഫീസിന്റെ അകത്താണ് നിൽക്കുന്നത്. ഞാൻ ഓഫീസിന്റെ ഒരു അകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം കാണിക്കും. വീഡിയോന്റെ അവസാനം ഞാൻ കാണിക്കുന്നതായിരിക്കും. അതിന്റെ അകത്തായിട്ടാണ് ഞാൻ ഇപ്പം ഫുൾ കോൺഫിഡൻസിൽ ഇരിക്കുന്നത്, സംസാരിക്കുന്നത്. പുറത്താകുമ്പോൾ എനിക്ക് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ വൻ സീനാണ്. എന്നാലും മാനേജർ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കണക്ക് എനിക്ക് പെരുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള കോൺഫിഡൻസും കൂടെ പോകും. അപ്പൊ അതും എനിക്ക് ശരിയാക്കണം. അപ്പൊ ഞാൻ പുറത്ത് പോയി ഞാൻ വീഡിയോ എടുക്കും. ഇനി അടുത്ത വീഡിയോസ് ഞാൻ പുറത്തു പോയി തന്നെ എടുക്കും. ചിലപ്പോൾ ഇവിടെ വെച്ച് തന്നെ എടുക്കും, എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് പറയണം. അതും കൂടെ ചേർത്താണ് ഞാൻ എല്ലാം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്താണ്, നമുക്ക് പറയാനുള്ള എല്ലാം പറയുക. നമ്മളാരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയാനുള്ള എല്ലാം പറയുക. അതിൽ തെറ്റോ ശരിയോ നോക്കണം. തെറ്റും ശരിയും നോക്കണം. എങ്കിലും നമുക്ക് ശരിയാന്നുള്ള എന്ത് കാര്യമാണെങ്കിലും അത് പറയുക. പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് എന്താണോ ശരി അത് പറയുക.
ഞാൻ അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആള്. എനിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നു അത് ഞാൻ പറയും. അത് ആരുടെ അടുത്താണെങ്കിലും ഞാൻ പറയും. എനിക്ക് എന്താണോ ശരി അത് ഞാൻ പറയും. ചിലപ്പോൾ അത് തെറ്റായിരിക്കും, പാഞ്ഞ തെറ്റായിരിക്കാം, പക്ഷെ ഞാൻ പറയും അത് എനിക്ക് ശരിയായിട്ടായിരിക്കും തോന്നുന്നത്. പിന്നെ അത് സംസാരിച്ച് അത് തെറ്റാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഇത് എനിക്ക് എൻ്റെ മൈൻഡ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇവിടെ അത് തെറ്റാണ്, അത് പറയരുത് എന്ന് ഞാനത് മാറ്റിയെടുക്കും. അപ്പം ഞാൻ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ്. ഞാനായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ശരിയാക്കാനുണ്ട്. അപ്പം അതൊക്കെയാണ് മെയിൻ കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഇതേ കണക്ക് നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്വയം നന്നാവാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. എടുത്ത് യൂട്യൂബിൽ വീഡിയോ എടുത്താൽ, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുത്തിടുക, സ്വയം നാറ്റിക്കുക. സ്വയം നാറ്റിച്ചെങ്കിൽ നന്നാവുമെങ്കിൽ നന്നാവട്ടെ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇത്രയും നേരം കണ്ടതിൽ എല്ലാവരും സന്തോഷിക്കുക. അല്ല, എനിക്ക് വളരെ സന്തോഷം. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താണ്, ലൈക്ക് ചെയ്യുക. എല്ലാവരും വീഡിയോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ വീഡിയോസ് ആണ്, എല്ലാവരും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരെല്ലാവരും, എൻ്റെ ഫാമിലി എല്ലാവരും ആരെങ്കിലും ഒക്കെ കാണുകയെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ അമർത്തുക. എല്ലാവരും പറയുന്ന പോലെ തന്നെ പ്രത്യേകം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും, നമ്മളെ ഫിറോസിക്കൊക്കെ പറയുന്ന പോലെ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതാണ് കാരണം. ഇതാണ് ഞാൻ അപ്പോൾ ലാസ്റ്റായിട്ട് പറഞ്ഞ പോലെ ഇതാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ കാരണം. അപ്പം ഓക്കെ, ബൈ. കാണാം, അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും.